ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ നീലക്കടുവേലിയാണ് കാണിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ ഒരു അലങ്കാര ചെടിയാണ് ഈ നീലക്കടുവേലി. വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇത്. ഒരുപാട് പൊക്കം വെക്കാതെ നേർത്ത തണ്ടുകളോടുകൂടി വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ചെറിയ ഇലകളാണ് ഇതിലുള്ളത്. 5 ഇതളോടുകൂടി ഇളം നീല നിറത്തിലുള്ള പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. പൂക്കൾ കൊല കൊലയായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത്. എൻ്റെ ചെടിയിലിപ്പോൾ പൂക്കൾ കുറവാണ്. ഞാനിടയ്ക്ക് ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പുതിയ തളിർപ്പുകളൊക്കെ വന്ന് പൂക്കളായി വരുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മളിതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പുതിയ തളിർപ്പുകൾ വന്ന് ഒരുപാട് പൂക്കളാകും. ഞാനിതിൻ്റെ പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത്രയുമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിനാവശ്യം. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അതുപോണക്ക് തന്നെ നല്ല വെയിലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ ചെടി വെച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചെടിയുടെ അടിയിൽ നിന്നും ബ്രൗൺ നിറത്തിലുള്ള തണ്ടുകൾ എടുക്കാതെ അധികം മൂക്കാത്ത ഇളം തണ്ടുകൾ നോക്കിയും കട്ട് ചെയ്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. മഴ സമയത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. ഇത് കണ്ടില്ലേ, ഈ ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരുപാട് തൈകൾ ഇങ്ങനെ ഉണ്ടായി വരും. ഇങ്ങനെ ഉണ്ടായി വന്ന് ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇതിലൊക്കെ നിറയെ പൂക്കളും ഇങ്ങനെ ഉണ്ടാകുവേ. അതുപോണക്ക് വന്ന തണ്ടുകളാണ് ഇതൊക്കെ. ഒരുപാട് വളങ്ങളൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഇത്. ഇടയ്ക്ക് ഞാനിതിന് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അതുപോണക്ക് തന്നെ കീടശല്യം ഇതിന് വളരെ കുറവാണ്. ഞാൻ ഇതുവരെ അങ്ങനെ കീടശല്യം ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അന്നേരം പുതിയ പുതിയ ബ്രാഞ്ചസ് വന്ന് പ്ലാന്റ് നല്ല ബുഷിയാവുകയും ചെയ്യും. നിറയെ പൂക്കൾ വിരിയുകയും ചെയ്യും. ഇതിലെ പൂക്കൾ കുറേ ദിവസം ഇങ്ങനെ വാടാതെ തന്നെ നിൽക്കും. എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇത്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിലെ പൂക്കൾ കാണാനായിട്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.